എന്തിനാ പോയെന്നെങ്ങാനും നിനക്കെങ്ങാനും അറിയോ? ആ അതൊന്നും അറിഞ്ഞൂടാ, ഇനിയിപ്പോ വരുമ്പോ അറിയാലോ. അല്ല അമ്മ അച്ഛനും ഒറ്റക്കാണോ പോയേ? നിങ്ങൾ ആരും കൊണ്ടുപോയില്ലേ? ഇല്ല കൊണ്ടുപോയില്ല, ഞങ്ങൾക്ക് സ്കൂളില്ലയോ. അയ്യ ശരി. അല്ല എന്നിട്ട് സ്കൂളിലേക്കൊന്നും പുറപ്പെടുന്നില്ലേ? ദേ പുറപ്പെട്ടോണ്ടിരിക്കുക, അപ്പഴാ അച്ഛമ്മ വിളിച്ചേ. ചെല്ല് ചെല്ല്, ഇനിയിപ്പോ എന്റെ കാരണം കാട്ടിയേ ലീവ് ഇടാൻ നോക്കണ്ട. വേഗം പോയിട്ടേ മാറ്റിട്ട് സ്കൂളിലേക്ക് ഓടാൻ നോക്ക്. ചെല്ലങ്ങട്ടെ. എന്നാലും എന്തിനായിരിക്കും ഇത്രയും കാലം ഇല്ലാണ്ട് പെട്ടെന്ന് തള്ളന്റെ അവിടേക്ക് ഒരു പോക്ക്? ഇതത്ര ശരിയല്ലല്ലോ. എന്തായാലും എന്തിനാ പോയെന്ന് അറിഞ്ഞേ പറ്റൂ. വരട്ടെ, പറയാണ്ട് അവിടെ പോവാനാ. എന്താണേ? ഇവിടെയുള്ള രണ്ട് ചുണ്ടലികളെ അങ്ങ് നാട് കടത്താൻ പോവാ. എന്ത് ചുണ്ടലിയോ? അല്ല ആരെയാ ഈ പറയുന്നേ? അച്ഛമ്മനെയാണോ? അത് ചുണ്ടലിയല്ലോ, പെരുച്ചാളിയല്ലേ. അല്ല പിന്നെ ആരെ നാട് കടത്തുന്ന കാര്യം നീ പറയണേ? അവറ്റിങ്ങളെയോ? അല്ല അവറ്റിങ്ങൾ അങ്ങോട്ട് നാട് കടത്തണേ? ഓ രണ്ടെണ്ണത്തിനെ സ്കോളർഷിപ്പ് വഴി ബാംഗ്ലൂരിൽ പഠിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടെന്നേ. അമ്മ എന്തായാലും പറഞ്ഞേക്കണമെന്നാ പറഞ്ഞേ. ഇവനാണെങ്കിൽ നല്ലോണം ഹോക്കിയൊക്കെ കളിക്കുമല്ലോ, അതുകൊണ്ട് എന്തായാലും അവന് പോയേ പറ്റുന്ന ടീച്ചർ പറയുന്നേ. അപ്പൊ പിന്നെ രണ്ടെണ്ണം എന്തായാലും പോവല്ലോ. ഓ അത് ശരി. അല്ലടി അവരവിടെ പോയിട്ട് എവിടെ സ്റ്റേ ചെയ്യും? ആ പറയുമ്പോൾ തന്നെ ചിറ്റ അവിടെയാണല്ലോ. അപ്പൊ പിന്നെ അവർക്ക് എളുപ്പമായില്ലേ? ഇത് എനിക്കടിച്ച ലോട്ടറിയാ, ലോട്ടറി. ഈ അവസരം ഞാൻ മുതലാക്കും. ഇനി മുതൽ സ്വതന്ത്രത്തോടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിലേ മേക്കപ്പ് സെറ്റ് തൊട്ടവൾ അടി ഉണ്ടാക്കാൻ വരും. പിന്നെ ഒരു 5 മിനിറ്റ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സമ്മതിക്കത്തില്ല. ഞാൻ എവിടെ പോയാലും അവർക്കും വരേണ്ടി വരും. ഇനിയിപ്പോ എനിക്ക് ഫ്രീഡം. തേങ്ങയാ, അതൊക്കെ നീ വെറുതെ വിചാരിക്കുക. കുഞ്ഞാറ്റ ഇവിടെ ഉള്ളപ്പം നിനക്ക് ഭരിക്കാൻ പറ്റത്തില്ല മോളെ. പിന്നെ ഞാനുള്ളൊക്കെ അങ്ങ് എടുത്തറിയാനേ ഉള്ളൂ, ഒന്നും ചെയ്യത്തില്ല. അവക്ക് ഞാനെന്ന് പറഞ്ഞാലേ വലിയ പേടിയാ. ഓ ഉവ്വ ഞാൻ ഡെയിലി കാണുന്നതല്ലേ. ഓട് ഓട്, അല്ലെങ്കിൽ അവളിപ്പം ഇങ്ങോട്ട് എത്തും. അല്ലടി മോളെ, നീ എന്തിനാ ഇത്രയ്ക്കങ്ങ് ആലോചിക്കണേ? അല്ല അമ്മേ, അത് പിന്നെ അവന് ജോലിയൊന്നും സെറ്റ് ആയില്ലല്ലോ ഇപ്പൊ തന്നെ. ഓ അതൊക്കെയാണ് ഇപ്പൊ വലിയ കാര്യം. അല്ല അവന് ജോലി എടുത്ത് ജീവിക്കണമെന്ന് എന്തിന്റെ ആവശ്യം? ഇവിടെ എത്ര സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് ആർക്ക് അനുഭവിക്കാനാ? എന്റെ പേരക്കുട്ടിക്കും എന്റെ മോക്കും അനുഭവിക്കാനുള്ളതാ. പിന്നെ ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അവൻ എന്താ അന്യോരടുത്ത് പോയി കയ്യും കെട്ടി ജോലി ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നേ? എന്താ നന്ദിനി, നീ എന്തിനാ ഇങ്ങനെ കടന്ന് ആലോചിക്കുന്നേ? എന്തായാലും നിന്റെ ജീവിതം നീ ഇഷ്ടപ്പെട്ട പോലെ തെരഞ്ഞെടുത്ത് ഇനി നിന്റെ പിള്ളേരുടെ ജീവിതെങ്കിലും അമ്മ ആഗ്രഹിക്കുന്ന പോലെ ഒന്ന് ചെയ്യാൻ സമ്മതിക്കേ. അമ്മ അവർ നശിച്ചു പോട്ടെന്ന് ഒരിക്കലും ചിന്തിക്കത്തില്ല. എന്റെ പേരമക്കള് നല്ലൊരു നിലയിൽ എത്തണമെന്നേ ഞാൻ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ടാ ഈ ആലോചന തട്ടി കളയണ്ടെന്നേ. അയ്യോ അമ്മേ, അങ്ങനെ കരുതിയിട്ടല്ല. ചന്ദ്രേട്ടൻ എന്താ പറയാന്ന്? മരുമോനോട് കാര്യം ഞാൻ പറഞ്ഞോളാം. അല്ലേലും ഉണ്ണിക്ക് 20-22 വയസ്സൊന്നല്ലല്ലോ, 25-26 വയസ്സായില്ലേ. കെട്ടിക്കേണ്ട പ്രായമായി. ഇനിയിപ്പോ ജോലി കിട്ടട്ടെ എന്ന് കാത്തിരുന്നിട്ട് എന്ത് ഗുണം? അതൊന്നും വേണ്ട. ഞാനേ ചന്ദ്രന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഈ ആലോചനയ്ക്ക് എന്തായാലും ചന്ദ്രനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. നീ ധൈര്യമായിട്ടിരിക്കടി, എല്ലാം നല്ലതിനാന്നേ. അതും ആ പെണ്ണിന്റെ വീട്ടുകാര് എനിക്ക് അടുത്ത സുഹൃത്താ, നല്ലൊരു ഫാമിലിയാന്നേ. ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ എന്തായാലും ചന്ദ്രനോട് സംസാരിച്ചു നോക്ക്, ഞാനും സംസാരിക്കാം. എന്നാ പിന്നെ വരുന്ന ആഴ്ച ചെറിയ രീതിക്ക് ഒരു പെണ്ണ് കാണൽ വെക്കാന്നേ. ശരി അമ്മേ. അല്ല ചന്ദ്രേട്ടന്റെ അമ്മനോടും കൂടി സംസാരിക്കണ്ടേ? ഓ അതൊക്കെ ചന്ദ്രൻ സംസാരിച്ചോളുന്നേ. നീ പോന്നേ, ഞാൻ ചന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ. ആയിക്കോട്ടെ അമ്മേ. അല്ല പെണ്ണിന്റെ ഫോട്ടോ എന്തെങ്കിലും കയ്യിലുണ്ടോ? ഓ അതൊക്കെ കാണിച്ചു തരാടി, നീ വാന്നേ. 2 hours later. ഏട്ടാ എന്തായി, ആലോചിച്ചോ? അമ്മനോട് ഓക്കേ പറയാലേ? എന്തിനാ സീതേ ഇങ്ങനെ കിടന്ന് ധൃതി പിടിക്കുന്നേ? ഒന്ന് ആലോചിക്കട്ടെ മനുഷ്യനെ. ഓ എന്റെ സീതേ ഒന്ന് സമാധാനപ്പെട്. അങ്ങനെ എടുത്തോ പിടിച്ചോന്ന് ചെയ്യണ കാര്യമാണോ? ചെക്കന്റെ കല്യാണക്കാരിയല്ലേ, അമ്മനോടൊക്കെ ഒന്ന് സംസാരിക്കണ്ടായോ? നീ ഇങ്ങനെ ഓ എന്റെ പൊന്ന് സീതേ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മയല്ലേ ഈ വീട്ടിൽ മുതിർന്നത്, അമ്മനോട് പറയണ്ട എങ്ങനെയാ ഇത്ര വലിയ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നേ? അമ്മയും കൂടി ആലോചിച്ചിട്ടല്ലേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അതുവരെ നീ ഒന്ന് സമാധാനപ്പെടുന്നേ. സീതേ അയിനെ അപ്പോ അമ്മനോടൊന്നും ചോദിക്കണ്ടെന്നാണോ? ഞാൻ പറഞ്ഞില്ല. നാളെ നമുക്കൊന്ന് ആ പെണ്ണിനെ പോയി കണ്ടുവരാം. ഉണ്ണിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലല്ലേ ബാക്കിയുള്ള കാര്യങ്ങള്. അന്നേരം അമ്മനോട് സാവധാനം സംസാരിക്കാന്നേ.
എന്താ സീതേ ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവാത്തെ? ഇത് ചില്ലറ കാര്യമല്ല, ചെറുക്കന്റെ ഭാവിയാ. അത് മാത്രല്ല, കുടുംബക്കാരെല്ലാരും ഇരുന്ന് ആലോചിച്ചെടുക്കേണ്ട തീരുമാനാ. അത് നമ്മൾ രണ്ടുപേരും മാത്രം ആലോചിച്ചെടുത്തിട്ട് എന്താ കാര്യം? കുടുംബക്കാരുടെ അഭിപ്രായം കേട്ട് ചേട്ടൻ ഇവിടെ ഇരുന്നോ? നാളെ ഞാൻ ഉണ്ണിനെ കൂട്ടി പിള്ളേരെ കൂട്ടിട്ടേ പെണ്ണ് കാണാൻ എന്തായാലും അവരുടെ കൂടെ പോവന്നെ ചെയ്യും. ഏട്ടൻ വരുന്നെങ്കിൽ വാ. ആ എന്നാ പിന്നെ എന്തിനാ പെണ്ണുകാളിൽ മാത്രം ഒറ്റക്കാക്കുന്നേ? നിങ്ങൾ എല്ലാരും കൂടെ ഒറ്റയ്ക്ക് അങ്ങ് കല്യാണം കൂടെ നടത്തിയേര്. വേണമെങ്കിലേ അത് നടത്തും. ഇങ്ങനെയാണ് പോക്കെങ്കില്. അല്ലേലും എന്നെ വേണം പറയാനേ. എത്ര നല്ല ആലോചനകൾ വന്നതാ. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചെയ്തുള്ളില്ലേ? അതിന് അനുഭവിക്കുന്നതാ ഇതൊക്കെ. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നില്ലാണ്ട് എന്റെ പിള്ളേരും. സീതേ ഒന്ന് മതിയാക്ക്. എന്താണടി? അല്ല അമ്മേ, മാളൂനിയും അപ്പൂനിയും സ്കോളർഷിപ്പ് കിട്ടില്ലേ? അപ്പൊ പിന്നെ ബാംഗ്ലൂരിലേക്ക് അയക്കാൻ വേണ്ടി. അവരവിടെ കഴിക്കണമെന്നില്ല. ഇനിയിപ്പോ ബാംഗ്ലൂരിൽ പോയി അങ്ങ് പഠിക്കാനിട്ടാ. ഇവിടൊക്കെ തന്നെ പഠിച്ചേച്ചാ മതി. അമ്മേ, അപ്പൊ സ്കോളർഷിപ്പ് ഒരു തേങ്ങയും വേണ്ടെന്നേ ഞാൻ സ്കൂളിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പഠിക്കാൻ പറ്റുവാണെങ്കിലേ അവരങ്ങ് പഠിച്ചേച്ചാ മതി. എന്താ അമ്മേ, അവരവിടെ പോയിക്കോട്ടെന്നേ. അല്ല, അവരെ പറഞ്ഞേക്കാനെന്താ നിനക്ക് ഇത്ര ധൃതി? അത് പിന്നെ നല്ലൊരു ഭാവി നിനക്ക് കളയണമെന്ന് വിചാരിച്ച്. ഭാവി ഇവിടെയല്ലേ ജനിച്ചത്. ഇനിയിപ്പോ ഭാവിനെ കുറിച്ച് ഒന്നും നോക്കണ്ടെന്നേ. എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? മാറിക്കങ്ങട്ടെ. എന്താ അച്ഛാ അമ്മ ഇങ്ങനെ ചൂടാവുന്നേ? ഓ ഒന്നുമില്ല മക്കളെ, നോക്കണ്ടെന്നേ. ഇടയ്ക്ക് നിന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബാധ കയറാറുണ്ടല്ലോ. അല്ല അച്ഛാ, അപ്പൊ ശരിക്കും മാളൂനെയും അപ്പൂനെയും ബാംഗ്ലൂരിൽ വിടുന്നില്ലേ? ഓ ഇല്ലടി മോളെ, ഇനിയിപ്പോ അവരവിടെ പറഞ്ഞേച്ചിട്ടെ നമുക്കൊരു നിക്കപ്പുറത്തി ഉണ്ടാവത്തില്ല. ഇനിയിപ്പോ അവരവിടെ എന്ത് കാട്ടുക എന്താന്ന് ആലോചിച്ചേ ടെൻഷൻ അടിച്ച് നിക്കണേലും ഭേദം അവരിവിടെ തന്നെ നിക്കണതല്ലേ. അതാ അച്ഛന് പ്രിൻസിപ്പൾ വിളിച്ച് വേണ്ടെന്ന് പറഞ്ഞ്. വല്ലാത്തൊരു ജാതിയായി പോയിട്ടത്. എന്തേ മക്കളെ?